കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിമോചനത്തിന്റെ ദൈവശബ്ദം കേട്ടവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന വിമോചിതർ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് സുവിശേഷകനും ക്രൈസ്തവ ഗാനരചയിതാവുമായ സുനിൽ പി കോശിയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. കാര്യങ്ങൾ കൺമുന്നിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന അതുല്യമായ ഗാനം മലയാളി ക്രൈസ്തവ സമൂഹത്തിന് സമ്മാനിച്ച സുവിശേഷകൻ സുനിൽ പി കോശി. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ തന്റെ ജീവിത വഴികളിൽ താൻ നേരിട്ട പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും ഉളവായ പ്രത്യാശ നിറഞ്ഞ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന അചഞ്ചലമായ വിശ്വാസ തീഷ്ണതയുടെ പര്യായമായി എഴുതിയ ഗാനത്താൽ ലോക മലയാളി ക്രൈസ്തവ ജനതകളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ സുവിശേഷകനാണ് സുനിൽ പത്തനാപുരം. എൻ കർത്താവിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് സുനിൽ പി കോശി എന്നാണ്. എന്നാൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന ഗാനം നിങ്ങളിൽ എത്തിയതിന് ശേഷം എന്നെ ആയൂർ ചെറുവക്കൽ ബൈബിൾ കോളേജ് പ്രിൻസിപ്പാൾ പാസ്റ്റർ ജോൺസൺ ഡാനിയേൽ അവറുകൾ എന്നെ സുനിൽ പത്തനാപുരമെന്ന് ആദ്യമായി വിളിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഇന്നേ വരെ സുനിൽ പത്തനാപുരം എന്ന പേരിലാണ് എന്നെ അറിയപ്പെടുവാനിടയായി തീർന്നത്. 1974 പത്തനാപുരത്താണ് എൻ്റെ ജനനം. അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ പത്തനാപുരത്തോട് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ടയിലെ ഏനാദിമംഗലം എന്ന പഞ്ചായത്തിൽ ഇളമണ്ണൂർ എന്ന സ്ഥലത്താണ് എൻ്റെ ബാല്യപ്രായം ഏറെയും ഞാൻ ചിലവിട്ടത്. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പഠനത്തിന് ശേഷം 1993 ഗുജറാത്തിലേക്കുള്ള പഠനത്തിനായുള്ള യാത്രയിലാണ് എൻ്റെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ബാല്യകൗമാരങ്ങളും യൗവനവും സുനിലിന്റെ ജീവിതത്തിന് നൽകിയ തിരിച്ചറിവുകളാണ് ദൈവിക ശുശ്രൂഷയിൽ ഈ സുവിശേഷകനെ ഇന്നും നിലനിർത്തുന്നത്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന അനേകായിരങ്ങളെ ഒറ്റ ഗാനം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർത്തുവച്ച സുനിലിന്റെ ആ ഗാനം ഇന്നും ആയിരങ്ങൾ ഏറ്റുചൊല്ലുന്നു, അനേകായിരങ്ങൾക്ക് ആശ്വാസമാകുന്നു. പരിശുദ്ധാത്മ നിയോഗത്താൽ 60-ൽ പരം ക്രിസ്തീയ ആരാധനാഗീതങ്ങൾ രചിച്ച സുനിൽ പത്തനാപുരത്തിന് നേരിട്ട ചതികളും നിരവധിയാണ്. എന്നെ തകർക്കുവാൻ സാധ്യമല്ല. 2004 പുറത്തിറങ്ങിയ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനത്തിന്റെ രചയിതാവിനെ തേടി വർഷങ്ങളോളം വിശ്വാസ സമൂഹം അലഞ്ഞുവെങ്കിലും പല മ്യൂസിക് കമ്പനികളും ഈ ഗാനം CD-കളായി പുറത്തിറക്കി ലാഭം കൊയ്തു കഴിഞ്ഞപ്പോഴാണ് ദൈവീകമായ ചില മുഖാന്തരങ്ങളിലൂടെയാണ് ഈ ഗാനത്തിന്റെ രചയിതാവ് സുനിൽ പത്തനാപുരം ആണെന്ന് ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞത്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പഠനത്തിന് ശേഷം 1993 ഗുജറാത്തിലെ ജുനാഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ITI പഠിക്കാനായി കടന്നു പോവുകയും അതിൻ്റെ പ്രാക്ടിക്കൽ സമയങ്ങളിൽ ഇന്ത്യൻ റയോൺ ഇൻഡസ്ട്രീസ്
വെരാവൽ എന്ന സ്ഥാപനത്തിൽ 3 വർഷത്തോളം പ്രാക്ടിക്കലും പഠനവുമായി ചെലവഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ 1993, 94, 95 കാലഘട്ടങ്ങളിലായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതകരമാർന്ന അടയാളങ്ങൾ സംഭവിക്കുവാനിടയായി തീർന്നത്. ഒരു ഗായകനാകണമെന്ന ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും അതിന് കഴിയാത്ത പല പരിമിതികളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഭൗതികമായി എന്തെങ്കിലും ജോലി കിട്ടണം, ആ അധ്വാനത്തെ തുടർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരിക്കലും ദൈവികമായ വഴിയിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നില്ല. എന്നാൽ വിശ്വാസം ദൈവത്തിലുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഭൗതികമായ ആവശ്യങ്ങൾക്കായി ഉപജീവന മാർഗത്തിനായിട്ടുള്ള ആഗ്രഹത്തിൽ സഞ്ചരിച്ച എന്നോട് ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തു വരികയും പല ചൂടേറിയ അനുഭവങ്ങളിൽ നിന്ന് എന്നെ പഠിപ്പിക്കുകയും കർത്താവിൻ്റെ വയൽപ്രദേശത്തേക്ക് അധ്വാനിക്കുവാനായി ഇറങ്ങുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ പല അത്ഭുത പ്രവൃത്തികൾ മുഖാന്തരമാക്കുവാനും ഇടയായി തീർന്നു. പഠനവും ജോലിയും തുടർന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ എനിക്ക് സംസാരിക്കുവാനോ നടക്കുവാനോ ഒരു പുസ്തകം വായിക്കുവാനോ പോലും കഴിയാത്ത നിലവാരത്തിൽ എൻ്റെ തലയിൽ അതിഭയങ്കരമായ വേദനയും പ്രയാസവും അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ആശുപത്രികൾ പലതും ഞാൻ സന്ദർശിച്ചു. പല ചികിത്സകൾ ചെയ്തിട്ടും വേണ്ടതുപോലെ സൗഖ്യം കാണാതെ തിരികെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നു. ആ സമയത്ത് ഉറങ്ങുവാൻ ഭയപ്പെട്ട് മരണഭീതി വല്ലാതെ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന സന്ദർഭത്തിൽ എൻ്റെ കാതുകളിൽ പള്ളിയിൽ മണി മുഴങ്ങുന്നത് പോലെ അതിനോട് ചേർന്ന് മരണം മരണം മരണമെന്ന് എൻ്റെ കാതിൽ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുമായിരുന്നു. ആ ദിവസങ്ങളിൽ ഒന്ന് പാടുവാനോ പ്രാർത്ഥിക്കുവാനോ യാത്ര ചെയ്യുവാനോ ജോലി ചെയ്യുവാനോ പഠിക്കുവാനോ കഴിയാത്ത അത്ര പ്രയാസത്തിൽ മരണഭീതിയാൽ ഞാൻ വളരെ പ്രയാസത്തിലായിരുന്നു. എന്നാൽ ഇതേ സന്ദർഭത്തിലാണ് എൻ്റെ നാട്ടിൽ ഒരു അനുഭവം ഉണ്ടായതായി പിന്നീട് സമയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ അനേകം അഗ്നിശോധനയിലൂടെ കടന്നുപോയ നാളുകളിൽ തൻ്റെ വിരൽത്തുമ്പിനാൽ വിരചിതമാക്കപ്പെട്ട കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന ഗാനം മലയാള ക്രൈസ്തവ ജനത ഒന്നടങ്കം ഏറ്റുപാടിയ ഗാനമായിരുന്നു. പ്രവർത്തികൾ തകർത്തിടുമേ വിശ്വസിച്ചാൽ നീ മഹത്വം. തകർന്നും നുറുങ്ങിയും ഇരുന്ന അനേകായിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തേന്മഴ പെയ്യിപ്പിച്ച ഈ ഗാനം ഇന്നും ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ആരാധനാ ഗാനമായി ഉപയോഗിച്ചു വരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഭവനത്തിലെ വടക്കേ ഇന്ത്യയിൽ പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മമാണ് നാട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കാനിടയായി തീർന്നത്. ആ സഹോദരൻ മരിച്ചത് ഒരുപക്ഷെ തങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും മന്ത്രവാദ പ്രയോഗം നടത്തിയത് കൊണ്ടായിരിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ തങ്ങൾക്ക് പ്രതികാരം ചെയ്യണം, തങ്ങളുടെ മകൻ മരിക്കുവാനിടയായ ആ ക്ഷുദ്രപ്രയോഗം നടത്തിയ ആള് അതുപോലെ മരിച്ച് ശവപ്പെട്ടിയിലായി ആംബുലൻസിൽ അവരുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിറക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ വളരെ ശക്തമായി തീർന്നു. കേരളത്തിന് പുറത്തേക്ക് പോയത് ഞാൻ മാത്രമായതുകൊണ്ട് സ്വതവേ വസ്തുസംബന്ധമായി അല്പം കേസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും പെട്ടെന്ന് അവർ തിരഞ്ഞെടുത്തത് എന്നെയാണ്. ഈ ആഭിചാരകർമ്മം നടന്ന സന്ദർഭത്തിലാണ് ഞാൻ അതിവേദനയാൽ മരണഭീതിയാൽ അതിഭയങ്കരമായ പ്രയാസത്തിലായി തീർന്നത്. 1994 ഒക്ടോബർ മാസം 16-ാം തീയതി ബുധനാഴ്ച രാത്രിയിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് ട്രെയിനിലെ യാത്രയിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചു പോകുമോ എന്ന മരണഭീതിയാൽ എൻ്റെ വീട്ടിലെത്തിച്ചേരുവാനിടയായി തീർന്നു.
എന്നാൽ അന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഞാനും എൻ്റെ മാതാവും മുഴങ്കാലും മടക്കിയപ്പോൾ രാത്രി 11 മണിക്ക് എൻ്റെ മേൽ ദൈവശക്തിയുടെ വലിയ അത്ഭുതകരമാർന്ന ആ പ്രവൃത്തി എൻ്റെ മേൽ നടക്കുവാനിടയായി. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. 2004 അവസാനത്തിലാണ് ആത്മനിറവിൽ സുനിൽ പി കോശി ഈ ഗാനം എഴുതുന്നത്. ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ തനിക്ക് നേരിട്ട നിരവധിയായ ദുരനുഭവങ്ങൾക്ക് നടുവിലും തന്നെ നിലനിർത്തിയ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതിഫലനമായിരുന്നു ഈ വരികൾ. മലയാള ക്രൈസ്തവ ജനത ഒന്നടങ്കം ഏറ്റെടുത്ത ഈ ഗാനത്തിനു പുറകെ 60-ൽ പരം ഗാനങ്ങൾ കൂടി സുനിൽ പി കോശി രചിച്ചു. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ശരീരത്തെ കുത്തിത്തുളയ്ക്കുന്ന രീതിയിൽ വളരെ വേദനയുള്ള അനുഭവം അന്ന് രാത്രിയിൽ എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. ദൈവം വാസ്തവമായി എന്നോട് സംസാരിക്കുന്നത് പോലെ നാളെ രാവിലെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടാനിരിക്കുന്ന എന്നോട് തലേ ദിവസം രാത്രിയിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ്, കുഞ്ഞെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. മരണഭീതിയാൽ ഓടി നടന്ന എന്നോട് സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം അന്ന് രാത്രിയിൽ എൻ്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുകയാണ്, ഇല്ല, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇടനെഞ്ചു പൊട്ടി കരയുമ്പോൾ കേൾക്കാൻ കർത്തൻ കാതുകൾ മാത്രം മതി. ഇടനെഞ്ചു പൊട്ടി കരയുമ്പോൾ കേൾക്കാൻ കർത്തൻ കാതുകൾ മാത്രം മതി. എൻ ഹൃദയത്തിൻ നൊമ്പരം ദൈവത്തിന്റെ കൃത്യമായ സമയത്ത് അത്ഭുതങ്ങളുടെ കലവറ തനിക്കായി തുറന്ന് അനേകായിരങ്ങൾക്ക് ഇനിയും ആശ്വാസമേകുവാനായി ചില ഗാനങ്ങൾ കൂടി പുറത്തു വരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവിൻ സാന്നിധ്യം മതി എനിക്ക്, എന്നെ കാണുന്ന ദൈവം, ഇന്നും എന്നെ അറിയുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, ഇന്നും എന്നെ അറിയുന്ന ദൈവം. പ്രിയമുള്ളവരെ, അന്ന് രാത്രിയിൽ അതേ സമയത്ത് അതേ വചനം വായിച്ചതിനെ തുടർന്ന് എൻ്റെ ശരീരത്തിൽ എൻ്റെ തലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയ ദൈവശക്തി രാത്രി 1:30 വരെ ആ ദൈവശക്തിയാൽ നിറയ്ക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, എൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ആഭിചാരത്തിൻ്റെ ശക്തിയെ അന്ന് രാത്രി സർവശക്തനായ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശക്തി ഇടപെട്ട് പൂർണ്ണമായി ആ ബന്ധനത്തിൽ നിന്ന് തന്നെ അഴിച്ചു കളയുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പൂർണ്ണമായി സ്വതന്ത്രനായി. എനിക്ക് എൻ്റെ കാതുകൾക്കുണ്ടായിരുന്ന പ്രയാസം, എൻ്റെ കണ്ണുകൾക്കുണ്ടായിരുന്ന പ്രയാസം, നടക്കുവാനുണ്ടായിരുന്ന പ്രയാസം, ആ മരണഭീതിയാൽ അലഞ്ഞിരുന്ന എന്നെ ദൈവം സ്വതന്ത്രമാക്കുവാനിടയായി തീർന്നു. ഈ സർവശക്തനായ ദൈവം എന്നോട് ഓർമ്മിപ്പിച്ചത്, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. സുനിൽ പത്തനാപുരം തന്റെ യാത്ര തുടരുകയാണ്. ആത്മീയ ഗീതങ്ങളുടെ രചനകൾ കൊണ്ടും സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ടും സഞ്ചാര സുവിശേഷകനായും സുനിൽ തന്റെ യാത്ര തുടരുന്നു. അനേക ഹൃദയങ്ങളിലേക്ക് ആശ്വാസത്തിന്റെ തേന്മഴയായി സുനിലിന്റെ ഗാനങ്ങൾ ഇന്നും പെയ്തിറങ്ങുന്നു. 1995 ജനുവരി മാസം 22-ാം തീയതി പകൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി എൻ്റെ മേൽ വരികയും, ബാല്യത്തിൽ എൻ്റെ ആഗ്രഹം ഗായകനാകണമെന്നുള്ളതായിരുന്നു. എന്നാൽ അന്ന് പകൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവ സാന്നിധ്യം, ദൈവിക ശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ തുടങ്ങിയെങ്കിലും അതൊരു പാട്ടായി മാറുകയായിരുന്നു. അത് പിന്നീടാണ് എനിക്കത് മനസ്സിലാകുവാനിടയായി തീർന്നത്. യഹോവ ഏകിയ ജീവിതത്തിൽ എന്തു നീ നൽകി പ്രതിഫലമായി, ഈ ധരയിൽ നിൻ ഹൃദയമൊഴികെ ഈശന് നൽകാൻ എന്തുള്ളൂ.
ഈ ധരയിൽ നിൻ ഹൃദയമൊഴികെ ഈശന് നൽകാൻ എന്തുള്ളൂ. ഈ ചോദ്യമായി ദൈവ സാന്നിധ്യം എൻ്റെ അടുക്കൽ വരികയും അതൊരു പാട്ടായി മാറുന്നു എന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായി ചില വരികൾ എഴുതുവാനും അത് പാടുവാനും ഇടയായി തീർന്നത്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു സംഗീതത്തിലേക്ക് കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തിയാണ്. ഒരുപക്ഷെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ദൈവിക ശക്തി വ്യാപരിക്കുകയും ഹൃദയത്തിലൊരു ട്യൂണ് ഉണ്ടാകുകയും അതിനെ തുടർന്ന് ജീവിതാനുഭവങ്ങൾ പാടുകയും ചെയ്യുന്നതാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി തീർന്നത്. ഈ അത്ഭുതങ്ങൾക്ക് ശേഷം 1997 മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ദൈവവചന പഠനത്തിനായി ചേരുകയും 1999 ഗ്രാജുവേറ്റ് ചെയ്യുവാനും കർത്താവ് സഹായിച്ചു. അതിനെ തുടർന്ന് 2000 മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ഈറ്റാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനായി 2000 വർഷത്തിൽ ചുമതലയേൽക്കുവാനും 2005 വരെ അവിടുത്തെ സഭാ ശുശ്രൂഷകനായി ആ പ്രദേശങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയും ദൈവസഭയെ പരിപാലിക്കുവാനും ഇടയായി തീർന്നു. 2005 അവസാന സന്ദർഭത്തിലാണ് കഴിഞ്ഞ നാളിൽ ഞാൻ കടന്നുപോയിട്ടുള്ള അത്ഭുതങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വരുവാനും സഭയിൽ നടന്ന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം പകൽ 9 മണിയായപ്പോൾ ഹൃദയത്തിലൊരു ചിന്തയുണ്ടാകുവാനിടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും നന്മയുണ്ടോ കർത്താവേ എന്ന ചോദ്യത്തിന് മുൻപാകെ ക്ഷോഭിക്കുന്ന ഒരു ദൈവശബ്ദമാണ് ഞാൻ കേൾക്കുവാനിടയായി തീർന്നത്. ഞാൻ നിനക്ക് ചെയ്ത നന്മയൊന്നും നീ ഓർക്കുന്നില്ലയോ? നിന്റെ നേരെ പാളയമിറങ്ങിയവൻ്റെ അസ്ഥികളെ ഞാൻ ചിതറിച്ചുവല്ലോ എന്ന ശബ്ദം കേട്ട മാത്രയിൽ എൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങുകയും ഞാൻ അറിയാതെ അവിടെ നിന്ന് പാടുവാനിടയായി തീർന്നു. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. പ്രിയമുള്ളവരെ, ഒരു ഗാനം എഴുതുവാനോ സംഗീതം ചെയ്യുവാനോ നന്നായി പാടുവാനോ പ്രാപ്തിയില്ലാതിരുന്ന എൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പാട്ടുകൾ പാടുവാൻ ഇടയാകുകയും ചെയ്തത് കുറച്ച് മുമ്പ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു അത്ഭുതാവഹമായ ദൈവപ്രവൃത്തിയാണ്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങളുണ്ടാകാം, രോഗത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകാം, മറുപടി കിട്ടാത്ത പല വിഷയങ്ങൾക്കും ഉടമയായിരിക്കാം നിങ്ങൾ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കൂ. ദൈവം മറുപടി തരുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവം എന്നെ ഇന്നും വഴി നടത്തും. നാൾ നിൻ കൃപകൾ പാർത്തലത്തിൽ പരദേശിയായി പാർത്തിടും നാൾ നിൻ കൃപകൾ ആശ്വാസമേ ആനന്ദമേ. ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നുവന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ സഭാ ശുശ്രൂഷകനായിരുന്ന സുനിൽ ഇന്ന് സ്വദേശമായ പത്തനാപുരത്തിന് സമീപം വാടക ഭവനത്തിൽ കഴിഞ്ഞ് സുവിശേഷ വേല ചെയ്തു വരികയാണ്. ഗർജിക്കും സിംഹങ്ങൾ ഇരകിട്ടാതെ അലയും കാട്ടിൽ അലറിടുമ്പോൾ, ഗർജിക്കും സിംഹങ്ങൾ ഇരകിട്ടാതെ. ദൈവം ദാനമായി നൽകിയ കുടുംബമാണ് ഇത്. ഭാര്യ നാൻസി, മൂത്ത മകൻ ഡാനി എസ്കോസി, മകൾ DIS ഗ്രേസ്, ഇളയ മകൾ ഡിസ്നി എസ് മേരി. ഞങ്ങളുടെ വിവാഹം 2000 മെയ് 4-ാം തീയതി ആയിരുന്നു. ദൈവകൃപയാൽ ഇന്നുവരെയും അത്ഭുതകരമാർന്ന രീതിയിൽ ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ, സാക്ഷിയാകുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അധ്വാനത്തിൽ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ
ആ മുഴുരാത്രി അധ്വാനം വെറുതെയായി എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കർത്താവ് തരുവാനിടയായി. പാർത്തലത്തിൽ പരദേശിയായി പാർത്തിയിടുന്നാൾ നിൻ കൃപകൾ, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാൻ അങ്ങേ വാഴ്ത്തിയിടുമേ എന്നുള്ള ഗാനം അങ്ങനെ പാടുവാനിടയായി തീർന്നു. ഞങ്ങളൊന്നിച്ച് പാർത്തലത്തിൽ പരദേശിയായി പാർത്തിയിടുന്നാൾ നിൻ കൃപകൾ എന്ന ഗാനം പാടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പാർത്തലത്തിൽ പരദേശിയായി പാർത്തിയിടും നാൾ നിൻ കൃപകൾ, പാർത്തലത്തിൽ പരദേശിയായി പാർത്തിയിടും നാൾ നിൻ കൃപകൾ, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാനങ്ങെ വാഴ്ത്തിയിടുമേ, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാനങ്ങെ വാഴ്ത്തിയിടുമേ. ഗർജിക്കും സിംഹങ്ങൾ ഇരകിട്ടാതെ അലയും കാട്ടിൽ അലറിടുമ്പോൾ, ഗർജിക്കും സിംഹങ്ങൾ ഇരകിട്ടാതെ അലയും കാട്ടിൽ അലറിടുമ്പോൾ, ദൈവത്തെ തിരയും തന്മക്കൾക്കോ നന്മ ലഭിക്കും കുറവില്ലാതെ, ദൈവത്തെ തിരയും തന്മക്കൾക്കോ നന്മ ലഭിക്കും കുറവില്ലാതെ, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാനങ്ങെ വാഴ്ത്തിയിടുമേ, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും വാഴ്ത്തിയിടുമേ. മുഴുരാത്രി അധ്വാനം വെറുതെയായി ശൂന്യമാം പടകിൽ തളർന്നിരുന്നു, മുഴുരാത്രി അധ്വാനം വെറുതെയായി ശൂന്യമാം പടകിൽ തളർന്നിരുന്നു, നിൻ വാക്കിൽ നാഥ ഞാൻ വലയെറിഞ്ഞു, പെരുത്ത മീൻ കൂട്ടം വല നിറച്ചു, നിൻ വാക്കിൽ നാഥ ഞാൻ വലയെറിഞ്ഞു, പെരുത്ത മീൻ കൂട്ടം വല നിറച്ചു, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാനങ്ങെ വാഴ്ത്തിയിടുമേ, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാനങ്ങെ വാഴ്ത്തിയിടുമേ. കർത്താവെ സ്നേഹിച്ചാൽ ലഭിച്ചിടുന്ന എത്രയോ നന്മകൾ അത്ഭുതങ്ങൾ, കർത്താവെ സ്നേഹിച്ചാൽ ലഭിച്ചിടുന്ന എത്രയോ നന്മകൾ അത്ഭുതങ്ങൾ, കണ്ണൊന്നും കണ്ടില്ല കേട്ടില്ല കാതും മറ്റൊരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, കണ്ണൊന്നും കണ്ടില്ല കേട്ടില്ല കാതും മറ്റൊരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാനങ്ങെ വാഴ്ത്തിയിടുമേ, ആശ്വാസമേ ആനന്ദമേ എന്നെന്നും ഞാനങ്ങേ വാഴ്ത്തിയിടുമേ. പാർത്തലത്തിൽ പരദേശിയായി പാർത്തിയിടും നാൾ. സുനിൽ പത്തനാപുരത്തിന്റെ ആഗ്രഹം താൻ രചിച്ച അഭിഷേക നിറവുള്ള 60-ൽ പരം ഗാനങ്ങൾ കൂടി CD-യായി പുറത്തിറക്കണം എന്നുള്ളതാണ്. ഭാരിച്ച ചിലവ് വരുന്നതിനാൽ അതിനുള്ള പരിശ്രമം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അതിജീവനത്തിനു വേണ്ടി പലവിധ തൊഴിലുകളിൽ ഏർപ്പെട്ട് ജീവിതം തുടരുകയാണ് സുനിൽ പത്തനാപുരം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു എന്ന ഗാനം കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നെങ്കിലും വളരെയധികം നാളുകൾക്ക് ശേഷമാണ് ഈ ഗാനം ഞാനാണ് എഴുതിയതെന്ന് പല ദൈവമക്കളും തിരിച്ചറിയുവാനിടയായി തീർന്നത്. അതിൻ്റെ പിന്നിൽ വളരെ വൈഷമ്യമായ പല മേടുകളും യാത്ര ചെയ്യേണ്ടതായി വന്നതുകൊണ്ടാണ് എന്നെ പലരും തിരിച്ചറിയുവാൻ കഴിയാതെ വന്നത്. കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ സംഗീത രംഗത്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇതിൽ മുന്നേറുക എന്നുള്ളത് എൻ്റെ മുൻപിൽ വലിയ പ്രയാസമായി തന്നെ നിൽക്കുകയാണ്. ഒരു ഗാനം എഴുതുകയോ സംഗീതം ചെയ്യുകയോ ചെയ്തതിന് ശേഷം അതിനെ തുടർന്നുള്ള ഘട്ടങ്ങളാണ് വളരെ ചിലവേറിയത്.
ഈ ഗാനങ്ങൾ പുറത്തു വരുവാൻ വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ ആ ഗാനം ഉത്ഭവിച്ചതിന് ശേഷം അതുപോലെ തന്നെ ഉറങ്ങുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ ആ വിഷയത്തിൽ പ്രത്യേകം ഞാൻ ചോദിക്കുന്നു. കർത്താവ് തരുന്ന അവസരത്തിനനുസരിച്ച് പലയിടങ്ങളിലും പോയി കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനും കർത്താവ് നൽകിയ പാട്ടുകൾ പാടുവാനും ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഉപജീവന മാർഗത്തിനായി ചെയ്യാൻ കഴിയുന്ന ജോലികളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഗാന ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നത്. കർത്താവ് നൽകിയ ഒരു ചെറിയ സൗണ്ട് സിസ്റ്റമാണ് എൻ്റെ ഉപജീവന മാർഗത്തിനായി ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഗാന ശുശ്രൂഷ രംഗത്ത് അത്യാവശ്യമായി വേണ്ട സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഉപകരണങ്ങൾ ലഭ്യമാകുവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. പത്തനാപുരത്തിനടുത്തായി ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് അഗാപ്പെ പ്രയർ മിനിസ്ട്രീസ് എന്ന പേരിൽ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തു വരുന്നു. കാര്യം ചൊല്ലാൻ എനിക്കായി കരുതുവാൻ ആരുമില്ലെന്നാകിലും എന്നെ ഓർക്കുവാൻ എൻ കാര്യം ചൊല്ലാൻ. സുവിശേഷ വേലയോടൊപ്പം സ്വന്തമായുള്ള സൗണ്ട് സിസ്റ്റവും ജനറേറ്ററും വാടകയ്ക്ക് നൽകിയും പലവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടും ജീവിതം തുടരുന്നു ഈ സുവിശേഷകൻ. സ്തുതിയിന്മേൽ വസിക്കുന്ന ദൈവം കാണുന്നു, എന്നെ മറക്കാത്ത ഈ സ്ഥിതി മാറ്റും. തീർത്തും പരിമിതമായ ജീവിത സാഹചര്യത്തിൽ ഇപ്പോഴും വാടക ഭവനത്തിൽ തന്നെ ജീവിതം തുടരുന്ന സുനിൽ പി കോശിയും കുടുംബവും ഇന്നും കർത്താവിന്റെ വേലയിൽ സജീവമാണ്. നീ പോകാത്ത വഴിയിൽ നിന്നെ നടത്തും. പത്തനാപുരത്തിനടുത്ത് ഇളമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭാര്യ നാൻസി, മക്കൾ 3 പേരാണ്, ഡാനി, ഡിയ, ഡിസ്നി. ഇവരോട് ചേർന്ന് പ്രാർത്ഥന നടത്തുന്ന ഭവനത്തിനടുത്തായി ഒരു വാടകയ്ക്കുള്ള കെട്ടിടത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനം എഴുതിയതിന് വർഷങ്ങൾക്ക് ശേഷവും ആ ഗാനം ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ ആത്മചൈതന്യ നിമിത്തമാണ് വർഷങ്ങൾക്ക് ശേഷം ഈ ഗാനത്തിൻ്റെ പിന്നിലുള്ള അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഇങ്ങനെയൊരു അവസരം ലഭിക്കുവാനിടയായി തീർന്നത്. ഇന്നും നിങ്ങൾക്ക് ആ ഗാനം ജീവിതത്തിൽ ആത്മീയ അനുഭവങ്ങളിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിച്ചു വരുന്നു. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അനേകർക്ക് ആശ്വാസവും ആനന്ദവുമേകിയ നിരവധി ഗാനങ്ങളുടെ രചയിതാവ്, നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ മുൻനിര പോരാളി, തന്റെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾക്കുള്ളിലും തന്നെ വീണ്ടെടുത്തവനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിനു വേണ്ടി ഓരോ ദിവസവും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു ഈ സുവിശേഷകൻ. അനേകായിരം ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാ നിറവിന്റെ അനുഭൂതികൾ സമ്മാനിച്ച നിരവധി ഗാനങ്ങളുടെ രചയിതാവ് ഇന്നും ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിന്റെ വയലുകളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. വിമോചിതരുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.